ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രിവിയൻ ട്രാവലോഗ്. കേരള ടു അരുണാചൽ സീരീസിൻ്റെ ഡേ 8 ഞങ്ങളുള്ളത് അരുണാചലിലെ ദിറാങ്ങിലാണ്. ഇന്നലെ ഹോം സ്റ്റേയിലുള്ള വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം തണുത്ത് വിറച്ചൊരു 8-8:30 ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ദിറാങ്ങിലൊരു ഹോം സ്റ്റേയിലാണ് ഞങ്ങളുള്ളത്. വളരെ പീസ് ആൻഡ് കാം ആയിട്ടുള്ളൊരു അന്തരീക്ഷം. കുറച്ച് ദിവസം അവധിയെടുത്ത് നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാലോ എന്ന് തോന്നും. രാവിലെ തന്നെ ഇതിൻ്റെ ഓണറെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഗാർഡനിലാണ്. കുറച്ചധികം പഴങ്ങളും പച്ചക്കറികളും അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാവരും അവരവർക്ക് വേണ്ട പച്ചക്കറികൾ അവരുടെ സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടുത്തെ മരത്തുനിന്ന് ഓറഞ്ച് പറിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. ഈ കാണുന്നത് അവക്കാഡോയുടെ ഒരു മരമാണ്. ഓറഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ചെറിയ സൈസിലുള്ള തേൻ പോലെ മധുരമുള്ള ഓറഞ്ചുകളായിരുന്നത്. നല്ലൊരു കളറും ഈ ഓറഞ്ചിനുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ കാണുന്നത് ഗ്രീൻ പീസിൻ്റെ ചെടികളാണ്. ഇവിടെ കുക്കിങ്ങിന് വേണ്ടി അവർ കൃഷി ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാ വീടുകളിലും അവരവർക്ക് വേണ്ട സാധനങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രഷ് ആയിട്ട് ഓറഞ്ച് പറിച്ച് ഞങ്ങൾ കഴിക്കുന്നത്. ഇതിന്ന് കുറച്ചധികം അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകാനും തന്നു. പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബുദ്ധിസ്റ്റ് ഫ്ലാഗിനെ പറ്റി ചോദിച്ചു മനസ്സിലാക്കി. ഞങ്ങൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് അത് ബുദ്ധിസ്റ്റ് ഫ്ലാഗ് ആണെന്നാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് ടിബറ്റൻ പ്രയർ ഫ്ലാഗ് ആണെന്ന്. അതിലെ ഓരോ നിറത്തിനെ പറ്റിയും അതിൻ്റെ അർത്ഥത്തിനെ പറ്റി അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് അവിടുത്തെ പൂജാമുറിയാണ്. മാഗി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വെജ് ഫ്രൈഡ് റൈസാണ് ഞങ്ങൾക്ക് ഉണ്ടായി തന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള വെജ് ഫ്രൈഡ് റൈസിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രത്യേക തരം സ്റ്റിക്കി റൈസും പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സോസും അവിടെ തന്നെ ഉണ്ടായ ഗ്രീൻ പീസും ഒക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പ്രധാന സ്പോട്ടായ തുപ്സും ദാർഗീലിംഗ് മൊണാസ്ട്രിയിലേക്ക് തിരിച്ചു. തിരക്ക് വളരെ കുറവായിരുന്നു. വളരെ നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷം. ഇവിടെ നിന്ന് ദിറാങ് വാലിയുടെ ഒരു പനോറമിക് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേകതരം നിശബ്ദതയും പ്രകൃതി ഭംഗിയൊക്കെ ചേർന്ന് വളരെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷം. നിങ്ങൾ തവാങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് ദിറാങ്. ഇവിടെ കാണാനായിട്ട് കുറച്ച് സ്പോട്ടുകളുണ്ട്. പിന്നെ ഒരു ബൈക്ക് റൈഡർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് അക്ലിമറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ പറ്റും. മൊണാസ്ട്രിയിൽ ഞങ്ങൾ കുറേ അധികം സമയം ചെലവഴിച്ചു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോയത് മുകളിലേക്കാണ്. മുകളിൽ നിന്ന് ദിറാങ്ങിൻ്റെ വ്യൂ എല്ലാം കണ്ട് ഞങ്ങൾ മുൻഭാഗത്തേക്ക് വീണ്ടും പോയി. അവിടെ തന്നെ ഞങ്ങളെ വരവേറ്റത് മനോഹരമായിട്ടുള്ളൊരു ഗാർഡനായിരുന്നു. അവിടെ കുറേ ചുറ്റി നടന്ന് ഈ പടികൾ കയറി ഞങ്ങൾ പോയത് മൊണാസ്ട്രിയുടെ അകം കാണാനാണ്. അകത്തും തിരക്ക് വളരെ കുറവായിരുന്നു. ചെന്ന് കയറിയപ്പോൾ ഞങ്ങൾ കണ്ടത് ദലൈലാമയാണ്. ഞങ്ങളൊന്ന് ഞെട്ടി. പിന്നെ അടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കട്ടൗട്ടാണെന്ന്. പിന്നെ ഞങ്ങൾ പുറത്തു പോയപ്പോൾ കണ്ട ഒരു കാഴ്ച ബുദ്ധിസ്റ്റ് പ്രയർ വീലാണ്. ഓം മണി പത്മേഹം എന്ന മന്ത്രമാണ് ഇതിനകത്തുള്ളത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് കറക്കേണ്ടത്. ഈ ഒരു മന്ത്രം വഴി അശുദ്ധമായ ശരീരം, വാക്ക് എന്നിവ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇവിടുന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിനി നേരെ പോണ തവാങ്ങിലോട്ടാണ്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.